ബീച്ചിലെ കുളിർക്കാറ്റ് ആസ്വദിക്കൂ വീട്ടിൽ തന്നെ. ഞാൻ ഓറിയന്റ് ഇലക്ട്രിക്കലിന്റെ ഒരു ഫാനിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് എറണാകുളത്ത് കാണാനിടയായി. അപ്പൊ ഈ അഡ്വർടൈസ്മെന്റ് ഇതുപോലെ ഹോർഡിങ്സ് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ഒരു പ്രീമിയം സ്ഥലങ്ങളിലൊക്കെ ഹോർഡിങ്സ് വെക്കുമ്പോൾ ആ ഒരു ക്യാമ്പയിൻ സ്വാഭാവികമായിട്ട് ഒരു നല്ലൊരു മാർക്കറ്റിംഗ് ഏജൻസിയൊക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് അവർ അതിന് വേണ്ടി ഗ്രൗണ്ട് വർക്കും പല റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരം പ്ലേസ് വെച്ച് ചെറായി ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എറണാകുളത്തുള്ള ആളുകൾക്കൊക്കെ ഒരു ചെറായി ബീച്ചും ആ ഒരു പ്ലേസ് ഒക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഓറിയന്റ് ഇലക്ട്രിക്കലിന്റെ പ്രൊഡക്ട്സ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നു ഒരു 30-നടുത്ത് കൺട്രീസിലെങ്കിലും പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ആണ് ഇവരൊക്കെ ഉപയോഗിച്ചതായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പം ഈ ഒരു അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജിനെ പറ്റി ഞാനൊന്ന് പഠിച്ചു. റിമൈൻഡർ അഡ്വർടൈസിങ് എന്നാണ് ഈ ഒരു കാറ്റഗറിയിലൊരു അഡ്വർടൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സുപരിചിതമായ സ്ഥലങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ പേരുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇമോഷണലി ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒന്ന് റിമൈൻഡർ കിട്ടാനായിട്ടാണ് ഇത്തരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചത് മനസ്സിലായി. 2010 കാലഘട്ടത്തിൽ കൊക്കോക്കോളയും ഇതിന്റെ റിലേറ്റഡ് ആയിട്ടൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെയർ എ കോക്ക് വിത്ത് ഡാഷ് എന്നാണ് വെച്ചിരിക്കുന്നത്. ആ ഡാഷിന് ഓരോരുത്തരുടെ പേരായിരിക്കും. ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ യൂത്ത് കൊക്കോകോള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കുറവ് വരുന്ന ഒരു സാഹചര്യം ഇവർ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വൈറാലിറ്റിയിലൂടെ അല്ലെങ്കിൽ ഇത് ഇമോഷണലി യൂത്തിനെയും ഇതിലേക്ക് ഒന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ക്യാമ്പയിൻ അവിടെ അവർ സ്റ്റാർട്ട് ചെയ്തത്. 2011 കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിലുള്ള കോമൺ 150ഓളം പേരുകൾ അവരെടുത്തിട്ട് ആ പേരുകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിന്റുകൾ, ഇപ്പം എൽബിൻ എന്ന പേരാണെങ്കിൽ എൽബിൻ എന്ന് പറഞ്ഞ പ്രിന്റ് അതിനകത്ത് നമ്മുടെ ബോട്ടിൽ അവർ പ്രിന്റ് ചെയ്തു. അപ്പോൾ ആ പേരുകൾ കാണുമ്പോൾ ഈസിലി ഇവർക്കൊരു റിമൈൻഡർ കിട്ടും, നമ്മുടെ ഫ്രണ്ട് ആണല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള ക്യാമ്പയിൻസ് ആണ് ഇവർ ഇമോഷണലി ബോണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അപ്പം ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അവിടെ സക്സസ് ആയിരുന്നു. അപ്പം ഇതുപോലെ പുതിയ പുതിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിനെ പറ്റി ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്തരം എന്തെങ്കിലും പുതിയ ക്യാമ്പയിൻസിനെ പറ്റി അറിയാമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്ത് തരാവുന്നതാണ്.